ഇങ്ങ് പോരെ. ആ കസേര വേണേ സൈഡിലേക്ക് ഇട്ടു. ഒന്നോ രണ്ടോ കസേര സൈഡിലേക്ക് ഇട്ടു. ഒരുമാതിരി എല്ലാവരും ആയോ? അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അങ്ങ് പറയാം. കഴിയുമ്പോഴേക്ക് അവർ വന്നോളും. ചോദ്യം എൻ്റെ ഒരു കുസൃതിയോടുള്ള ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ ഒരു കുസൃതി പറയാറുണ്ട്. നല്ല തള്ളയ്ക്ക് പറക്കണം. മുഖ്യമായിട്ട് തന്തയ്ക്കൊന്നും പറയാറില്ല. നല്ല തള്ളയ്ക്ക് പറക്കണം. ഏതാണ് നല്ല തള്ള എന്നുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. അതിന് എവിടെയാണോ ഗർഭാധാന സംസ്കാരത്തെ ശ്രദ്ധിക്കുന്നത്, വിവാഹ സംസ്കാരത്തെ ശ്രദ്ധിക്കുന്നത്, പുംസവനാദികളെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ല സംസ്കൃതിയാണ്. ചടങ്ങായി കാണിക്കുകയല്ല, മാനസികമായെങ്കിലും അത് ഉൾക്കൊള്ളുക. കാരണം സംസ്കാര കർമ്മങ്ങൾ കുറേ ആളുകൾ നേരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് അവരുപേക്ഷിച്ചതാണ്, അല്ലാതെ ആരും അരുതെന്ന് പറഞ്ഞതല്ല. കാരണം വിവാഹം, ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, ചൗളം, ഉപനയനം, സമാവർത്തനം, ഇങ്ങനെയൊക്കെ കർമ്മങ്ങളുണ്ട്. അതിനൊക്കെ വിധിയാം വണ്ണം അർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ പല സമൂഹങ്ങളും പല ഗോത്ര സംസ്കാരങ്ങളും ആ ചടങ്ങുകളുടെ ബാഹുല്യം കൊണ്ടോ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ ഉപേക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. സംസ്കാരത്തിൽ നിന്ന് ആ സംസ്കാരം വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് പുരോഗതി കൊണ്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റം വന്നപ്പോഴും ആ പാരമ്പര്യമോർത്ത് ചില അമ്മമാർ, ചില പിതാക്കന്മാർ മാനസികമായവ ചെയ്തു പോന്നിട്ടുണ്ട്. അത് വിധിയുള്ളതാണ്. ക്ഷത്രിയന് അശ്വമേധയാഗമുണ്ട്. ക്ഷത്രിയനല്ലാത്തവൻ എങ്ങനെ അശ്വമേധയാഗം ചെയ്യും? ഇത് മീമാംസയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ക്ഷത്രിയനല്ലാത്തവൻ അവിടെ ഉഷസ്സിനെ അശ്വമായി കണ്ട് ബൃഹദാരണ്യകത്തിൽ പറയുന്ന പോലെ അക്രിയ ചെയ്യും. അതിന് ഉപകരണങ്ങൾ വേണ്ട, അശ്വം വേണ്ട, മനസ്സു മതിയാവും. അങ്ങനെ ചെയ്തു പോന്നിരുന്നു. പിന്നീട് ഗോത്ര സംസ്കാരങ്ങളിൽ ഇതില്ലാത്തവർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളും അന്ത്യജൻ വരെ എല്ലാ ഗോത്രങ്ങളും ഭാവനയിൽ ഇത് ചെയ്തു പോന്നിരുന്നു. അതിന്റെ മര്യാദയിൽ അവർ ജീവിച്ചിരുന്നു. വെറും കാമനയുടെ ഫലമാണ് എന്ന നിലയിലേക്ക്, ആ ചിന്തയിലേക്ക്, ആ മാനസിക ഭാവത്തിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞ ഒരമ്മയിൽ ജനിച്ചാൽ മനസ്സിലാവില്ലെന്നാണ് പറഞ്ഞത്. ക്ലിയർ? അത് ആ അമ്മയുടെ സംസ്കാരമില്ലായ്മയിൽ ഒരാൾ വന്ന് ജനിക്കുമ്പോൾ ആ വന്നു ചേരുന്ന, യാദൃച്ഛികമായി വന്നു ചേരുന്ന ജീവൻ
ആ സന്ദർഭത്തിൽ വന്നു ചേരുന്നത് നമ്മളിലും ചില പാപങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ജനിച്ചു കഴിഞ്ഞ് അതിൻ്റെ സംസ്കൃതിയെ ഭാവന ചെയ്യുക. അപ്പോൾ അമ്മയും അച്ഛനും നമ്മളും ഒരുമിച്ച് ശുദ്ധമാകും. അതാണ് അതിൻ്റെ പ്രതിവിധി. അതെ, അതതിൻ്റെ പ്രതിവിധിയാണ്. അതായത് കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര ഭാഗ്യവതീ ചേന അപാര സച്ചിത് സുഖ സാഗരേഷു നൂനം പരേ ബ്രഹ്മണി യസ്യ ചേത. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാനോ അതുമല്ലെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങളൊന്ന് മാറാനോ ആണ് ഞാൻ ശക്തമായ കുസൃതി പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, എനിക്ക് വളരെ ഇഷ്ടമായി. ഇഷ്ടമായി ചോദ്യം. എനിക്ക് ഏറ്റവും ഞാൻ ഇതുവരെ ആളുകൾ ചോദിച്ച ചോദ്യത്തേക്കാൾ ഇഷ്ടപ്പെട്ട ചോദ്യവും അതാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചുത്തരം പറഞ്ഞത്. കാരണം മാതാ പൂർവരൂപം പിതോത്തരരൂപം പ്രജാസന്ധി പ്രജനനഗം സന്ധാനം ആചാര്യാ പൂർവരൂപം അന്തേവാസ്യുത്തരരൂപം വിദ്യാസന്ധി പ്രവചനഗും സന്ധാനം എന്ന ഇതിൽ ദൃഷ്ടാന്ത ദാഷ്ടാന്തിക ന്യായത്തിലെടുത്താൽ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമാണ്. അമ്മയ്ക്കാണ് അവിടെയൊക്കെ ഏറ്റവും പ്രാധാന്യം. സഹസ്രം തു പിതൃൻ മാതാ ഗൗരവേണ ആദരിച്ചതേ എന്നാണ് സ്മൃതികാരനായ മനു പറയുന്നത്. മാത്രമല്ല, തൈത്തരീയം മറ്റൊരിടത്ത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ, ആദ്യ സ്ഥാനത്ത് മാതാവിനെയാണ് പറയുന്നത്. അവിടെ ശ്രുതിയും. അപ്പൊ അതെ എനിക്ക് മനസ്സിലായി. എനിക്കത് ഇവർക്കും ശക്തമായി മനസ്സിലാകാനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ മാതൃദേവോ ഭവ എന്നതിൽ അമ്മയെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്തേണ്ടത്, അച്ഛനെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്തേണ്ടത്, ആചാര്യനെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്തേണ്ടത് എന്ന ബാധ്യതയും കൂടി ആ പഠിച്ചിട്ടിറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥിക്കുണ്ട്. അതായത് ഗുരുകുലത്തിൽ നിന്ന് പഠിത്തവും കഴിഞ്ഞു പോകുമ്പോൾ കുലപതി പറയുന്നതാണിത്. അപ്പോൾ കുലപതി ഉപദേശം കൊടുക്കുമ്പോൾ മാതാവിനെ, പിതാവിനെ, ആചാര്യനെ ആ നിലകളിലേക്ക് ഉയർത്തണം എന്ന് പറയാൻ കാരണം ഇവൻ പഠിച്ചവനാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആയിത്തീരണം. അയ്യോ അല്ല, ഞാൻ അകാല വിരക്തിയെ അല്ല ഉപമിച്ചത്. അതാ എൻ്റെ ഉദാഹരണത്തിനിടയിൽ അതിൻ്റെ ഏതോ ഭാഗം വർണ്ണിക്കുമ്പോൾ ആ മാഷൊരു ചോദ്യം ചോദിച്ചത് മാത്രമാണ് അകാലവിരക്തി. ഞാൻ അകാലവിരക്തിയെ അല്ല ഉപദേശിച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇന്ന് ആധ്യാത്മികവും രാഷ്ട്രീയവും ഭൗതികവും ആയ പഠനങ്ങളെല്ലാം, ആധുനിക പഠനങ്ങളെല്ലാം ഏതാണ്ട് പ്രൊക്രീഷൻ ബെഡിൽ കയറ്റിക്കിടത്തിയുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ല നിങ്ങൾക്ക് തിരിഞ്ഞതെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റതല്ല. അതിനിടയിൽ എപ്പോഴോ, കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാഷ് എഴുതിയ നോട്ടിൽ നിന്ന് പെട്ടെന്ന് മാഷക്ക് അകാല വിരക്തിയെ അതിനോട് ഘടിപ്പിച്ചൊരു ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു. അകാല വിരക്തി എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നതിന് കാരണം ഇതിനെയെല്ലാം അവനവൻ്റെ വാസനയിൽ ചേർത്ത് ഇതാണ് ശരി എന്ന് തോന്നാത്തതുകൊണ്ടാണ്. അതായത് ലോകം പലതും പഠിപ്പിച്ചിട്ട് ഇത് തെറ്റാണ്. അതായത് ഭഗവത്ഗീതയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ കാമ്യകർമ്മം തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒന്നിന് ആഗ്രഹം തോന്നും. തെറ്റും ശരിയും എന്നുള്ള സങ്കല്പത്തിലൂടെയാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഇപ്പം നിങ്ങൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ ഗാർഹസ്ഥ്യം മോശമായ ഒന്നാണ്, ബ്രഹ്മചര്യമാണ് ഉത്തമം. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. എന്നിട്ട് ഗൃഹസ്ഥനാകരുത്, ബ്രഹ്മചാരിയാകാൻ നിങ്ങൾക്കാവുകയുമില്ല.
ബ്രഹ്മചാരിയായി നിങ്ങൾ നിലകൊണ്ടതുകൊണ്ട് നിങ്ങളുടെ അറിവ് പൂർണ്ണമാവുകയോ ജീവിതം പൂർണ്ണമാവുകയോ ചെയ്യില്ല. ഗൃഹസ്ഥൻ തന്നെയാണ് പൂർണ്ണൻ. സ്വാമിമാരുമായി ചെന്ന് തർക്കിക്കരുത്. ശ്രുതി അനുസരിച്ചും സ്മൃതി അനുസരിച്ചും ഗാർഹസ്ഥ്യമാണ് പൂർണ്ണത. അതാണ് ശരി. ഗാർഹസ്ഥ്യം കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചോ ഒറ്റയ്ക്കോ നാളെ ചെന്ന് ചേരേണ്ട ഒരു ഉത്തമാശ്രമമാണ് സന്യാസം. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കും, സുഖം ലഭിക്കും, പരസ്പര ബഹുമാനം ഉണ്ടാവും. മറിച്ച് ഇന്ന് കാണുന്ന എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും മടത്തിച്ചേരാൻ ഇഷ്ടപ്പെട്ടതാണ്, സന്യസിക്കാൻ ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ സന്യസിക്കുമായിരുന്നു, അതിനാണ് ഞാൻ സ്വാമിമാരുടെയും മറ്റുള്ള ആശ്രമങ്ങളുടെയൊക്കെ അടുക്ക പോയത്. അവിടെ നിൽക്കുമ്പോൾ താനൊരുത്തനാണ് എന്നെ വഴിതെറ്റിച്ച് ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നോടൊപ്പമുള്ള ജീവിതം സുഖമല്ല എന്ന് പറഞ്ഞ് കൂടെ ജീവിക്കുക. കാപ്പി എടുക്കുമ്പോഴും കഞ്ഞി എടുക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജീവിതം ഒരു സുഖമുള്ള ഏർപ്പാടല്ല. ഇവനാണെങ്കിൽ 24 മണിക്കൂറും പറയാം എൻ്റെ ബ്രഹ്മചര്യമൊക്കെ ഇല്ലാതാക്കിയത് നീ ഒരുത്തിയാണ്, ഞാനിങ്ങനെയൊന്നും ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനും വരട്ടിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് ഞാൻ വിരക്തി എന്ന് ഉദ്ദേശിച്ചത്. ക്ലിയർ? അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾ സത്യസന്ധമായി പറയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനവിടെ ചുമ്മാ ഇരുന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണ്. അവരും നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയൊന്നും അല്ലിത്. അവരും നിർബന്ധിച്ചു. താനൊരുത്തൻ വന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഈ അബദ്ധത്തിൽ ചാടിപ്പോയി. ഇതൊരു അബദ്ധമായിട്ടാണ് ഇതിലേറ്റവും വയസ്സായവർ പോലും പലരും കണക്കാക്കുന്നത്. അങ്ങനെ ആവരുത്. നിങ്ങൾ ഗാർഹസ്ഥ്യത്തിനാണ് തിരഞ്ഞെടുത്തത്, അത് ഉത്തമ സ്ഥലമാണ്. അതിനെ ആനന്ദത്തോടുകൂടി പിന്തുടരുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപൂർണത കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇത് കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് ഇങ്ങനെ സന്യാസത്തെയും ബ്രഹ്മചര്യത്തെയും ഭാവന ചെയ്ത് വികലമായി ശരീരത്തെ വികലമാക്കി മനസ്സിനെ വികലമാക്കി ആ നിൽക്കുന്ന ആശ്രമ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റാതാവുക. ബ്രഹ്മചാരിയും സന്യാസിയുമൊക്കെ ഗൃഹസ്ഥനെ നോക്കിക്കൊണ്ടിരുന്ന് അതിൻ്റെ സുഖങ്ങളും വെള്ളവേറി അവനും ഒരു സുഖമില്ലാതെ ജീവിക്കുക. ഗാർഹസ്ഥ്യം വേണ്ട എന്ന് പറയുന്നത് അറിവോടുകൂടിയാണെങ്കിൽ വേണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛനമ്മമാരുടെ ജീവിതം കണ്ടിട്ട് തീരുമാനിച്ചതാണെങ്കിൽ അത് പലപ്പോഴും അബദ്ധമാണ്. അത് പലപ്പോഴും എന്നോട് ചോദിച്ചതിൻ്റെ എല്ലാ സൈഡും ഞാൻ പറയാം. അയൽപക്കംകാരുടെ ജീവിതം കണ്ടാണ് തീരുമാനിച്ചതെങ്കിൽ അതും അബദ്ധമാണ്. സീരിയൽ സിനിമകളൊക്കെ അച്ഛനമ്മമാരുടെ ജീവിതത്തെക്കാൾ ആഴത്തിൽ കയറും. അവ കണ്ടിട്ടുള്ളവരാരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിലെ ആളത് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ അയാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ചോദ്യം കോമൺ ആയതുകൊണ്ട് പറയുകയാണ്. കാരണം ഫിക്ഷണൽ ട്രൂത്ത് റിയൽ ട്രൂത്തിനേക്കാൾ ശക്തിയുള്ളതാണ്. ഗാന്ധിയുടെ സത്യം യുധിഷ്ഠിരന്റെ സത്യത്തെ ആയിട്ട് ആലോചിക്കുമ്പോൾ യുധിഷ്ഠിരന്റെ സത്യത്തിനാണ് ശക്തി മനുഷ്യ മനസ്സിൽ കൂടുന്നത്. ദാറ്റ് ഈസ് ഫിക്ഷണൽ ട്രൂത്ത്. ഒരു നോവലിലോ ഒരു കഥയിലോ ഒരു സിനിമയിലോ കാണുന്ന കഥാപാത്രങ്ങളോട് മനസ്സ് താതാത്മ്യം പ്രാപിച്ചാണ് പലപ്പോഴും വിധിപൂർവകമല്ല. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചോദിച്ച ചോദ്യത്തിലെ പ്രസക്തമായ ഭാഗമെടുത്താൽ അവിധിപൂർവകമായ വിവാഹങ്ങളും അവിധിപൂർവകങ്ങളായ ബന്ധങ്ങളും പോലും ഒരളവ് വരെ ഫിക്ഷണൽ ട്രൂത്തിൽ നിന്നാണ്. മറിച്ച് വിധിപൂർവകമായതാണ് ജീവിതം. വിധിപൂർവകമല്ലാതെ അവിധിപൂർവകമായി ഫിക്ഷനുകളിൽ നിന്ന്,
ഇപ്പം നിങ്ങളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ മുട്ടത്ത് വർക്കി, പൊൻകുന്നം വർക്കി, എം മുകുന്ദൻ, MT വാസുദേവൻ നായർ, ഇവരുടെയൊക്കെ നോവലുകളിലെ സ്വപ്നഭൂവിലാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അമ്പലത്തിലുണ്ടാക്കിയ മണ്ഡപവും അതിലെ പൂമാലയും അതൊക്കെ നിങ്ങൾക്ക് അർത്ഥശൂന്യങ്ങളാണ്. ആ സമയം നിങ്ങൾക്കവിടെ അഭിപ്രായം പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അച്ഛനമ്മമാർ മുടക്കിയതാണ്. അഭിപ്രായം പറയാൻ നിവൃത്തി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രേമത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ ഒരു പൈസയും ചിലവാക്കാതെ, ഒരാൾക്കും ഒരു 10 പൈസയുടെ ചായ പോലും കൊടുക്കാതെ നിങ്ങൾ നേരിട്ട് പോയി ഒരു ഖജൂർ ഓഫീസിൽ, അങ്ങനെയാണോ അതിന് പറയുക, ഓഫീസിൽ അവിടെ ചെന്ന് നേരെ 2 സാക്ഷിയും വെച്ച് കല്യാണം കഴിച്ച് പോരുകയുള്ളായിരുന്നു. നിങ്ങളതിനപ്പുറം ചെയ്യാനിടയായത് ഈ ചടങ്ങുകളൊക്കെ പണ്ട് മുതലേ പോരുന്നതുകൊണ്ട് മാത്രമാണ്. ഇത് വിശ്വസിച്ചിട്ടൊന്നുമല്ല എന്നാണ് എൻ്റെ നേരെ മറിച്ച് വിധിയാൻ വണ്ണമുള്ളൊരു വിവാഹമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള വിവാഹമല്ല, മൃഗതൃഷ്ണയ്ക്ക് വേണ്ടി. ഒട്ടേറെ ബാധ്യതകൾ സമൂഹത്തിലുണ്ടാകുന്നതാണ്. 2 പേർ വിവാഹം കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകാവുന്ന ഒരു കുട്ടി അത് രോഗിയായാൽ അത് സമൂഹത്തെ ബാധിക്കുന്നതാണ്. അവർ രോഗികളായാൽ അത് സമൂഹത്തെ ബാധിക്കുന്നതാണ്. അയൽപക്കംകാരെ ബാധിക്കുന്നതാണ്. അവരുടെ ജീവിതം മുഴുവൻ, അവരിടപെടുന്ന സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് പ്രാചീനർ കണക്ക് കൂട്ടിയത്. നിങ്ങൾ കണക്കാക്കുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ വീടാണ്, ആരാ ചോദിക്കാൻ എന്ന മട്ടിലാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഇത് അമേരിക്കയിൽ ചോദിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾക്കൊരു കുഴി കുത്തണമെങ്കിൽ, നിങ്ങൾക്കൊരു കക്കൂസ് പണിയണമെങ്കിൽ അതിനൊക്കെ ഇവിടെയും നിയമങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങളുടെ മല്ല് കാരണം പിടിച്ചു നിൽക്കാനെങ്കിലും ഇവിടെ പറ്റും. അവിടെ പറ്റില്ല. ഒരു ചെടി കുഴിച്ചു വെക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പറ്റില്ല. നിങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ ഒന്ന് നിങ്ങൾക്ക് തല്ലണമെങ്കിൽ, ഒരു വഴക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ വീടാ ഫ്ലാറ്റാണെന്ന് പറഞ്ഞ് ഒരു പുകയത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സമ്മതിക്കില്ല. ഇതുപോലെ ജീവിച്ച സംസ്കാരമുള്ള ഒരു രാജ്യത്ത് വിധിപൂർവകം സമൂഹത്തെ അറിയിച്ച്, ഇത് മാത്രമല്ല അറിയിക്കുന്നത്, ഒരു കുട്ടി ജനിച്ചാൽ അറിയിക്കും. ജനിച്ചു കഴിഞ്ഞ് അവൻ്റെ ജാതകർമ്മം, ഉപനയനം, സമാവർത്തനം ഇതൊക്കെ അറിയിക്കും. ഒരു കുട്ടിയെ ചുമ്മാ എടുത്തുകൊണ്ട് കാറ്റിലേക്കും വെളിച്ചത്തിലേക്കും പോകാൻ സമ്മതിച്ചിരുന്നില്ല. വാതിൽ പുറപ്പാടെന്നൊരു ചടങ്ങുണ്ട്. കുട്ടിയെ എപ്പോഴാണ് പുറം ലോകം കാണിക്കേണ്ടത്, കൃത്യമായൊരു ചടങ്ങുണ്ട്. കാരണം അതൊക്കെ ഒരു സംസ്കാരമുള്ള ജനതയുടേതാണ്. ആ സംസ്കാരമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഒരു പെൺകുട്ടി രജസ്വലയായാൽ ആ നാട്ടുകാരെ അറിയിക്കും. കാരണം ഇനി നിങ്ങൾ ഇവളെ നോക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പാകമുള്ളവളായി ഇവൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളോടൊപ്പമുള്ള ഇവളുടെ ഇടപഴകൽ, ഇതൊരു സൊസൈറ്റിയാണ്. നിങ്ങളുടെ മകനോടൊപ്പം, നിങ്ങളുടെ ബന്ധുവിനോടൊപ്പം, നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു സ്ത്രീയോടൊപ്പം കുളിക്കടവിലേക്ക് പോകുമ്പോൾ ഒക്കെ എൻ്റെ മോളെ നിങ്ങൾ കൂടി നോക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പൗരാണിക കാലത്ത്. വളരെ കൃത്യമായി രജസ്വലയാകുന്നതിന് ഇത്ര ദിവസം ഇരുത്തി, അതിൽ ആദ്യമാവുമ്പോൾ വയറുവേദന കൂടുമെന്നറിഞ്ഞ് തെങ്ങിൻ പൂക്കുല വെട്ടിവെച്ച് അത് പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ 4-ാം ദിവസവും 6-ാം ദിവസവും, ചില സമൂഹങ്ങളിൽ 4-ാം ദിവസം, ചില സമൂഹങ്ങളിൽ 6-ാം ദിവസം കുളിപ്പിച്ച് കഞ്ഞി കൊടുത്ത് വളരെ കൃത്യമായി നാട്ടുകാർക്ക് സദ്യ കൊടുത്ത് ഒക്കെ വിടുമ്പോൾ ആ ആൺകുട്ടികൾക്കും ആണുങ്ങൾക്കും അയൽവക്കംകാർക്കുമെല്ലാം അവളുടെ മേലൊരു കണ്ണുണ്ടാവും. നാളെ അവൾ ദുഷിക്കരുത്, സമൂഹത്തിൽ ദുഷിക്കുന്നതാണ്. നാളെ അവൾ തെറ്റ് ചെയ്യരുത്, അതിന് നമ്മളാരും കൂട്ടുനിൽക്കരുത്. പ്രായമായവരുടെ കൂടെ പോരുമ്പോഴും പ്രായമായവർ സൂക്ഷിക്കണം, കാരണം പെൺകുട്ടിയാണ്. ഇങ്ങനെയുള്ളതായ ഒരു സംസ്കാരത്തിലൂടെ വളർന്നു വരികയും വിവാഹം വരുമ്പോൾ ഇവനെ ഇവിടെ ഞങ്ങൾ ചേർക്കാൻ പോവുകയാണ്, ഞങ്ങൾ നിങ്ങളെ ആരെയും അറിയിക്കാതെ ഞങ്ങൾ തന്നെ രഹസ്യമായിട്ട് ചേർത്തതല്ല, ഇതിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, വന്ന് ഞണ്ണിയിട്ട് പോകുന്നതാണ് ഇതിനകത്ത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്നതിൻ്റെ അനുസരിച്ചാണ് ഇത് ചെയ്തത് കൃത്യമായിട്ട്.
സമൂഹത്തിന് ചുമതലയുണ്ട്. ഇന്ന് സമൂഹത്തിന് യാതൊരു ചുമതലയില്ല. ആകെ സദ്യ കൊണ്ടിട്ടങ്ങ് പോയാൽ മതി, പൃഷ്ഠത്തിലെ പൊടിയും തട്ടിയിട്ട്. അതല്ല സമൂഹം. സമൂഹം വ്യക്തതയുള്ളതായിരിക്കണം, സാമാജിക അവബോധമുള്ളതായിരിക്കണം. തൻ്റെ അയൽവക്കത്തുനിന്ന് ഒരു ശബ്ദം കേട്ടാൽ ഒരു സ്ത്രീയെ അടിക്കാനാണോ തുടങ്ങുന്നത്? പഴയകാലത്ത് സമൂഹം ഇടപെടും, കയറി ചെല്ലും, അവനെ പിടിച്ച് 2 എണ്ണം കൊടുക്കും. കാരണം സ്ത്രീയെ തല്ലിയവന്റെ കൈ ഒന്നിനും കൊള്ളുന്നതല്ല. അപ്പം അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധതയിൽ വേണം മനുഷ്യൻ ജനിക്കാൻ. അല്ലാതെ ഇതൊക്കെ നിയമം കൊണ്ടല്ല നേരെയാകുന്നത്. കോടതിയിൽ പോയിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി പത്രം വഴി കോടതിയിൽ പോയി, പത്രത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി സ്നേഹമായി ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് പരസ്പരം നോക്കാൻ പറ്റുന്നത്? ഏറ്റവും അവസാനമായി വാർത്തകൾ വരുന്നത് ഭർത്താവ് പീഡിപ്പിച്ചിരിക്കുന്നു, ഭർത്താവുമായിട്ടുള്ള ബന്ധം വരെ പീഡനമായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ സ്ത്രീയും പുരുഷനും സ്നേഹത്തോടെ എവിടെ ജീവിക്കും? നിങ്ങൾക്ക് എങ്ങനെ കുടുംബം ഉണ്ടാവും? നിങ്ങൾക്ക് എങ്ങനെ ഉത്തമ കുട്ടികളുണ്ടാവും? അപ്പോൾ ഇതറിഞ്ഞിട്ടാണ് പഴയ ആളുകൾ വ്യവസ്ഥാപിത സമൂഹത്തെ വളരെ ഉത്തമമായി സൃഷ്ടിച്ചെടുത്തത്. അതിൻ്റെ അകത്തുള്ള സംസ്കാര കർമ്മങ്ങൾക്കാണ് ഇന്ന് മാറ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ പരിണതിയാണ്. കാരണം ആരെ അറിയിക്കാതെ ഒരു പെൺകുട്ടി പ്രായമായിരിക്കുന്നു, അവൾ കോളേജിലേക്ക് പോകുന്നു, അവളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകൾ, അത് ആകർഷിക്കുന്ന വസ്തുക്കൾ, അതിനോട് അടുപ്പമുണ്ടാകുന്നവ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊരു അവബോധം അച്ഛനുണ്ടാവണം, അമ്മയ്ക്കുണ്ടാകണം, അധ്യാപകർക്കുണ്ടാകണം, സാമൂഹ്യ രചനയിൽ നിൽക്കുന്ന ആക്ടിവിസ്റ്റുകൾക്കുണ്ടാവണം. അതേക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാവുകയും വ്യക്തമായ പ്രേമം കൊണ്ട് അങ്കിതമായി കുടുംബം പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരമാകുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ തീരും. ക്ലിയർ? ഇങ്ങനെ ഉത്തരം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. കാരണം പറഞ്ഞു തരുന്നത് ഞാൻ കാവ്യ കൊടുത്തിട്ടാണ്. നിങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, എനിക്കറിയാവുന്നത് കൊണ്ടുമാണ് പറഞ്ഞു തരുന്നത്. ഇത് വളരെ വിപുലമായ വിഷയമാണ്. മനസ്സ് എന്ന് പറയുന്നതിനൊരു ദേവതയുണ്ട്, ഇതന്ത്രമായ ഇന്ദ്രൻ. അത് കൂടാതെ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് അതിദേവതകളുണ്ട്. അതിൽ ആ ദേവതകളെ മനസ്സിൻ്റെ ദേവതയുമായി സംയോജിപ്പിച്ച്, ബുദ്ധിയുടെ ദേവതയുമായി സംയോജിപ്പിച്ച് ഒക്കെ കൊണ്ടുപോകുന്നത് ഒരുതരം ഉപാസനാരീതിയാണ്. അത് ആന്തരികമായ ഉപാസനാരീതി. തന്നിൽ കിടക്കുന്ന ശക്തിയെ ഉജ്ജീവിപ്പിച്ച്, മൂലാധാര സംസ്ഥിതയായ ശക്തിയെ ഉജ്ജീവിപ്പിച്ച് ആധാരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് മറ്റൊരു തരം ദേവതാ ഉപാസന. ഇത് രണ്ടും തന്ത്രാഗമങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനാരീതികൾ. മന്ത്രങ്ങൾ വഴിയായിട്ടുള്ള ഉപാസന, മന്ത്രദേവതകളെ ഗായത്രി, പഞ്ചാക്ഷരം തുടങ്ങിയ മന്ത്രങ്ങളിലൂടെ ഉപാസിച്ചു വരുന്ന ദേവതകളുടെ വഴിയുണ്ട്. ചില കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള ദേവതകളുടെ ഉപാസനകൾ വേറെയുണ്ട്. അപ്പം ഇത് വളരെ വിപുലമായൊരു വിഷയമാണ്. ഉപാസനയും കർമ്മയോഗവും കൊണ്ട് മാത്രമേ അന്ധകരണം വിശുദ്ധമാവൂ, അതുറപ്പാണ്. ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഗോത്രമേത്, ഗോത്ര സംസ്കാരമേത്, അവിടെ പണ്ടുള്ളവർ എങ്ങനെയുള്ള ഉപാസനകളാണ് ചെയ്തത് എന്ന് കുറച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. ആ വഴിയിൽ പോകുമ്പോൾ അവർ പോയ വഴിയുടെ ബാക്കി നിങ്ങൾ സഞ്ചരിച്ചാൽ മതിയാവും. അത് പിതൃപൈതാമഹ സംപ്രാപ്തമാണ്, അല്ലാതെ ആചാര്യ സംപ്രാപ്തമല്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പം നിങ്ങൾ ജീവിച്ച ഗോത്രം, നിങ്ങളുടെ കുടുംബം, ഏത് ജാതിയിൽ നിങ്ങൾ ജനിച്ചതായാലും ഏത് മതത്തിൽ ജനിച്ചതായാലും അവിടെയൊക്കെ ഉപാസനാ രീതികളുണ്ട്. കുറേ പേരെടുത്ത് കളഞ്ഞിട്ടുണ്ടാവാം, കുറേ പേര് ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, കുറേ പേര് തോന്നിവാസികളായിട്ടുണ്ടാവാം. എന്തായാലും അതില്ലാത്ത ഒരു ഗോത്രവും ഒരു കുടുംബവും ഇന്ത്യയിലില്ല. ആ സേതു ഹിമാചലം. അത് നിങ്ങൾ മെല്ലെ ഒന്ന് അന്വേഷിച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ ചില കഥ പറയും. ആ കഥയിലൂടെയൊക്കെ ഒന്ന് പോയാൽ പഴയ ഡയറികൾ വല്ലതും അവിടെ കിടപ്പുണ്ടാവും, പഴയ താളിയോലകൾ ചിലപ്പോൾ ഉണ്ടാവും, പഴയ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ ഒന്ന് പതുക്കെ ചോദിച്ചാൽ തൻ്റെ പിതൃപൈതാമഹ സംപ്രാപ്തമായൊരു വഴി കിട്ടും. ആ വഴി ഒന്നും തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ മാത്രമേ കാശ്യപ ഗോത്രത്തിൽപ്പെട്ട് പുതുതായി
തപസ്സുള്ള ഏതെങ്കിലും ആചാര്യനിൽ നിന്ന് അതിനുള്ള ദീക്ഷാ സമ്പ്രദായങ്ങളെ സ്വീകരിച്ച് അവിടെ മുതൽ നിങ്ങൾ സാമ്പ്രദായികന്മാരായിത്തീരുക. അതാണ് അതിനുള്ള പരിഹാരമാണ്. ക്ലിയർ? മതിയാവും. കുടുംബക്ഷേത്രങ്ങളിലെ ദേവതകൾ ഇടയ്ക്ക് മാറി വന്നതാകാം, കുടുംബക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറി വന്നതാകാം, അതിനെയൊക്കെ കുറിച്ച് വളരെ കുലദേവത ചിലപ്പോൾ മാറി വന്നതാകാം, ചിലപ്പോൾ ഒറിജിനലാകാം, അതിനൊക്കെ അതിൻ്റെതായ തലങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ കുടുംബം പുലർത്തിപ്പോന്ന ആ ഉപാസനാ രീതികളെക്കുറിച്ച് നിങ്ങളുടെ പ്രായമായവർക്ക് അറിയേണ്ടതാണ്. കാരണം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഒരു അച്ഛൻ്റെ അമ്മയോടോ അമ്മൂമ്മയോടോ ആ പ്രായത്തിലുള്ളവരോടോ ചോദിച്ചാൽ അത് കിട്ടാവുന്നതാണ്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരാചാര്യനെ ആ വഴിയിൽ കാണുക. കാരണം എന്താ വെച്ചാൽ ഒരു ഗോത്ര സംസ്കൃതി മാറുകയാണ് ഇത്. അവിടെയാണ് ഇതിൻ്റെ രീതി കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു തലത്തിലാണ് ഉപാസന. ആ ആ അങ്ങനെ ഉണ്ടാകുന്നതിന് വികൃതി എന്നാണ് പറയുന്നത്. അതിന് വികൃതി എന്നാണ് പറയുക. ജനറലി പ്രകൃതി എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതിയും മനസ്സിൻ്റെ പ്രകൃതിയും ജന്മപ്രകൃതി എന്ന നിലയിൽ മെയിനായിട്ടൊരെണ്ണമുണ്ട്. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഒരുവൻ ബ്രഹ്മസത്വനാണ്, മറ്റൊരുവൻ ആർഷസത്വനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ജന്മപ്രകൃതിയാണത്. ആ ജന്മപ്രകൃതിയുടെ പോക്കിൽ ആഹാരം കൊണ്ടോ കൂട്ടുകെട്ട് കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ഈ ബ്രഹ്മസത്വം എന്ന പ്രകൃതി ചെറുതായി മാറി ആർഷ സത്വത്തിലേക്കോ മറ്റുള്ളതിലേക്കോ ചാഞ്ഞുവെന്ന് വരാം. അങ്ങനെ വരുമ്പോഴാണ് രോഗങ്ങളുടെ തിരപ്പുറപ്പാടുണ്ടാകുന്നത്. ഈ ജന്മം അയാൾ തിരഞ്ഞെടുക്കുന്നത് ഈ കാര്യങ്ങൾ പൂർവ്വവാസനയിൽ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ രാജസം കൂടിയ രാക്ഷസ പ്രകൃതി പോലും നിങ്ങൾ പുരാണങ്ങൾ കേട്ടിട്ടോ മറ്റുള്ളത് കേട്ടിട്ടോ തെറ്റായ ഒന്നാണ്, ഉയർന്നത് ബ്രഹ്മപ്രകൃതിയാണ് എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ അതിന് ജീവിക്കാനുള്ള ഉപകരണങ്ങളോടുകൂടിയാണ് അത് വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് പുരാണങ്ങൾ തരുന്നത്. കംസൻ അവിടുന്ന് പോരുന്നുണ്ടെങ്കിൽ കംസന്റെ കൂടെ കംസനോടൊപ്പം വരേണ്ടവർ മുഴുവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കംസന്റെ ജീവിതം നീചമല്ല, കംസന്റെ ജീവിതം ഒരു അനാവശ്യമല്ല. രാവണൻ അവിടുന്ന് വരുമ്പോൾ രാവണനോടൊപ്പം വരേണ്ടവർ മുഴുവൻ വന്നിട്ടുണ്ട്. രാവണനെ രാമനാക്കാൻ അത് പടിപടിയായുള്ള രാമനിലുള്ള വൈരാഗ്യ ഭക്തിയിലൂടെ മാത്രമേ രാവണൻ രാമനായിത്തീരുള്ളൂ. അല്ലാതെ ഈ രാവണൻ ഇരിക്കുന്നവൻ രാമനായിത്തീരില്ല. കാരണം അത് രാക്ഷസ സത്വമാണ്. രാവണൻ ജനിച്ചതും ഋഷിയുടെ പുത്രനായിട്ടാണ്. രാമൻ ജനിച്ചത് ഋഷിയുടെ പുത്രനായിട്ടല്ല, ക്ഷത്രിയനായ ദശരഥന്റെ പുത്രനായിട്ടാണ്. പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. അപ്പോൾ ഈ വ്യതിയാനം മനസ്സിലാക്കണം. വിശ്രവസ് എന്ന ഋഷിയുടെ പുത്രനായിട്ടാണ് രാവണൻ ജനിക്കുന്നത്. രാവണൻ ജനിക്കുമ്പോൾ രാവണൻ കൂടെ കൊണ്ടുപോകുന്നതെല്ലാമുണ്ട്, രാമൻ കൂടെ കൊണ്ടുപോകുന്നതെല്ലാമുണ്ട്, കൃഷ്ണൻ കൂടെ കൊണ്ടുപോകുന്നതെല്ലാമുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നിങ്ങൾ കൂടെ കൊണ്ടുവന്നത് എല്ലാം ഉണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ അനാഥമാവും. പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. പ്രകൃതമനുസരിച്ച് ജീവിക്കണം. ആ പ്രകൃതത്തിൽ നിന്ന് ആന്തോളനം വരുമ്പോഴെല്ലാം മാനസപ്രകൃതിയിൽ നിന്ന് ശാരീരിക പ്രകൃതിയിൽ നിന്ന്, ശാരീരിക പ്രകൃതി ഞാൻ പറഞ്ഞില്ല, അത് വളരെ വിപുലമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രോഗങ്ങളെ നിർണയിക്കേണ്ടത് പോലും. രോഗനിർണയത്തിൽ നിദാന പഠനത്തിൽ ഏറ്റവും പ്രധാനമാണ് പ്രകൃതി. അതിൽ നിന്നൊക്കെ ആയുർവേദം ഇന്ന് വളരെ അകന്നുപോയി. പ്രകൃതി ആയുർവേദക്കാർ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരു ആയുർവേദം ഇവിടെ ഉണ്ടായിരുന്നു, പോയോ? പോയോ? സ്ത്രീയല്ല, ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാനില്ല, എൻ്റെ അറിവിലില്ല. അവരാദ്യം കേൾക്കുകയാണെന്നാണ് എൻ്റെ ധാരണ.
അത് ശരിക്ക് പറയുകയാണെങ്കിൽ മറ്റേണൽ സംസ്കൃതികളിടത്ത് മാതാവിൻ്റെ ഗോത്രവും പറ്റേണൽ സംസ്കൃതികളിടത്ത് പിതാവിൻ്റെ ഗോത്രവും. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ചില സമുദായങ്ങൾ, ചില സമൂഹങ്ങൾ മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, ചിലത് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ബ്രാഹ്മണരൊക്കെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. നമ്പൂതിരിമാർ, അയ്യർമാർ, അയ്യങ്കാർമാരെല്ലാം പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇളയത് പാട്രിയാർക്കലും മാട്രിയാർക്കലുമാണ്. ക്രിസ്ത്യാനികൾ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. നായേഴ്സ്, ഈഴവാസ് ഒക്കെ മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. രണ്ടിനും അതിൻ്റെ ഗുണങ്ങളുണ്ട്, രണ്ടിനും അതിൻ്റെ ദോഷങ്ങളുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള നിയമവ്യവസ്ഥയ്ക്കകത്ത് എനിക്ക് തോന്നുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റി ആയെന്ന് തോന്നുന്നു. എല്ലാം അങ്ങനെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങളെ കൊണ്ട് മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് നല്ലത്, ചില കാര്യങ്ങളെ കൊണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാതാവിൻ്റെ പേര് വെച്ചിട്ട് ഗോത്രം കണക്കാക്കിയാൽ മറ്റത് നിയമം മൂലം വന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് പുലയും വാലായ്മയും ഒക്കെ ഏതിനെ ആസ്പദമാക്കിയാണോ അതിനെ കണക്കാക്കുക. ഒരു കാര്യം നിങ്ങൾ ആ സമയത്ത് ഒരു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് ഒരു നിയമം ഉണ്ടെങ്കിൽ പങ്കെടുത്താൽ എന്ത് സംഭവിക്കും എന്നന്വേഷിക്കുന്നതിനേക്കാൾ ഒരു സൊസൈറ്റി മുഴുവൻ വിധിയായി വെച്ചിരിക്കുന്ന ഒന്ന് അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സൊസൈറ്റിയുടെ ഭാഗമാകാൻ കഴിയും, അറ്റ് ലീസ്റ്റ്. അതുകൊണ്ടത് നല്ലതാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ ഒരു ആൾ മരിക്കുമ്പോൾ നിശ്ചയമായും അയാളുടെ ശരീരമേ മരിക്കുന്നുള്ളൂ. ഒരാളിൻ്റെ മരണം നടക്കുമ്പോൾ അയാളുടെ ശരീരമേ മരിക്കുന്നുള്ളൂ. അയാളിലെ അവസാനത്തെ പ്രാണൻ, അതായത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ആ ധനഞ്ജയനും വിട്ടുപോകുമ്പോൾ അയാളെ ആസ്പദമാക്കി ഒരു സാമ്രാജ്യം അവിടെയുണ്ട്. എൻ്റെ ശരീരം എടുത്താൽ എൻ്റെ ശരീരത്തെ ആസ്പദമാക്കി ഒരു സാമ്രാജ്യമുണ്ട്. അതാണ് ഭാരതീയരുടെ കാഴ്ചപ്പാട്. എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച്, എൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച്, ഞാൻ കൂട്ടുകൂടുന്ന വ്യക്തികൾക്കനുസരിച്ച്, എൻ്റെ ദേശത്തിനനുസരിച്ച് ഒട്ടേറെ ജീവജാലങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായവ. വയറ്റിനകത്തുള്ള കൃമികൾ, വിരകൾ, എൻ്റെ മസ്തിഷ്കത്തിലുള്ള വിരകൾ, എൻ്റെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന കൃമികൾ, വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, അവ പെരുക്കുന്ന അമിനോ അമ്ലങ്ങൾ, അതിനകത്ത് പുതുതായി ഉണ്ടാകുന്നവ ഒക്കെയായി എന്നെ അപകടപ്പെടുത്താതെ എൻ്റെ ആരോഗ്യത്തെ നിലനിർത്തി എന്നോടൊപ്പം ജീവിക്കുന്ന അവയുടെ ഒരു വലിയ സാമ്രാജ്യം എന്നോടൊപ്പം ഉണ്ട്. ഇസ് ഇറ്റ് അഗ്രിയബിൾ? എനി ഡൗട്ട്സ്? ഈ സാമ്രാജ്യം ഞാൻ തകരുന്നു എന്ന് പറഞ്ഞാൽ ഇവയുടെയൊക്കെ സാമ്രാജ്യത്തിന് നാളെ ആഹാരവും ജീവിതവും ഇല്ലാതാകുകയാണ്. അപ്പോൾ അവയുടെ ശാന്തി ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് സങ്കല്പിച്ച് അവയെ ശാന്തമാക്കി ആ ഗോത്രത്തിൽ നിർത്തിയില്ലെങ്കിൽ ഈ ശരീരത്തോടടുത്തവനിൽ നിന്ന് ചാടിക്കയറുന്ന ഈ അണുകങ്ങൾ പുതിയ സ്ഥലങ്ങൾ തേടുമ്പോൾ ആ വീട്ടിലുള്ള അംഗങ്ങളുമായുള്ള സ്പർശനാദി സമ്പർക്കങ്ങൾ വരുന്ന സമയത്ത് ഈ എത്ര തരത്തിലുള്ള അതുമായി ചേർന്നു പോയി ശീലിച്ചവ അതുമായി ചേരാത്ത വിധത്തിലുള്ള ഒരു സർക്കംസ്റ്റൻസിലേക്ക് മാറുമ്പോൾ അമിനോ അമ്ലത്തിന് മാറ്റമുണ്ടാവുകയും ചതിക്കുഴികൾ ഉണ്ടാവുകയും മാരക രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രാചീനൻ്റെ കാഴ്ചപ്പാട്.
ഈ കാഴ്ചപ്പാട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ തത്വചിന്താപരമായി, ഫിലോസോഫിക്കലായി ഇത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ എന്നറിയില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ പലരിലൂടെയും കടന്നു പോകുന്നത് ഇതിനെ ആചരിക്കാതിരുന്നപ്പോൾ എന്തെല്ലാം കയറിക്കൂടിയിട്ടുണ്ടാവുമെന്നാണ്. ആ ഭയം വേണ്ട, കഴിഞ്ഞുപോയി. ആ ഭയം ഉണ്ടാക്കാനല്ല ഞാനിത് പറഞ്ഞത്. കാരണം ചില ആളുകൾ ഉടനെ തന്നെ ഭയപ്പെട്ടത്, ദൈവമേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇത് ആചരിച്ചേനെ, എനിക്ക് ആചരിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എന്തെല്ലാം അപകടം ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇതിനെയൊക്കെ എതിർത്ത് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്ന്. അത് കടന്നു പോകണ്ട. അതൊരു 3-4 പേരുടെ തലച്ചോറിലൂടെ വളരെ ശക്തമായി കടന്നുപോയി. ആ കടന്നുപോക്ക് അപകടകരമാണ്. അത് അപകടകരമായ ആ കടന്നുപോക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, ചോദ്യത്തിനുത്തരമായി ചെയ്യുന്നതല്ലേ ഭേദമെന്ന് ചോദിക്കാനാണ്. ക്ലിയറായി ചോദ്യം? പ്രസവത്തിലും ഉണ്ടാവും. നിങ്ങളൊരു നെല്ല് വിത്തിടുക, നെൽവിത്ത് കിളുക്കാനായിട്ടിടുക. നെല്ല് കേരളത്തിൽ കൃഷിയുള്ള വീടുകളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്, ഒരു സപ്പോർട്ട് കിട്ടാൻ. കൈപൊക്കിയവരെ അത് കൊള്ളാമെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോൾ കൊള്ളാമായിരിക്കും, അതും കഷ്ടിച്ച് ചിലപ്പോൾ കൊള്ളാമായിരിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ നെല്ല് വിത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ടായില്ല, അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിലേ ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് വരുള്ളൂ. നെല്ല് ആദ്യം വെള്ളത്തിലിടുക, വാരി വെക്കുക, മുളപ്പിക്കുക. മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. അത് 2 തരത്തിൽ ഇടും. ചാക്കിനകത്ത്, ചണച്ചാക്കിനകത്ത് ഇട്ട് ചണച്ചാക്കോടുകൂടി മുക്കി കരയ്ക്ക് വെച്ച് മുള വരും. കൂടുതൽ കോമൺ സെൻസ് ഉള്ളവരത് ചെയ്യില്ല. കാരണം ചണച്ചാക്കിന് പുറത്തേക്ക് വരുന്ന മുള മുഴുവൻ അടന്നു പോകും. അതുകൊണ്ട് വിത്തിൻ്റെ ഒരു നല്ല ഗുണം കളയാതിരിക്കണമെന്ന് നിർബന്ധമുള്ളവർ ചെയ്യുന്നത് വിത്ത് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം വാരി പൊത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിയിട്ട് പൊത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് മുളയ്ക്കും. അതാ മുളയ്ക്കുന്ന സമയത്ത് ആ വെച്ചതിൻ്റെ നടുക്ക് ഒരു കപ്പയുടെ കിഴങ്ങോ ഒരു ചേമ്പോ ഒരു ചേനയോ വെച്ചാൽ ഇത് വെന്ത് കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ചൂടല്ല, ആവിയിൽ വേകും. അതാ ഞാൻ പറഞ്ഞ ഒരു കപ്പക്കിഴങ്ങ് വേകും. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചത്. കാരണം എനിക്കറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരിട്ടറിയാവുന്നതായതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടു വളരണം കുട്ടികൾ. അപ്പോഴേ അവർക്കിതൊക്കെ എങ്ങനെയാണ് ഈ വിത്ത് മുളച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത്. അത്രയും അഗ്നിയാണ് സൃഷ്ടിയുടെ വേളയിൽ ഉണ്ടാകുന്നത്. ഒരു വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയയാണ് ഈ സാധനം. ഇത് പൊട്ടി മുളയ്ക്കുമ്പോൾ പാമ്പ്, പറവകൾ സകലതും ഇതിൻ്റെ അടുക്കലെത്തും. നൂറുകണക്കിന് കാണാവുന്ന പറവകൾ ചെറുതെല്ലാം ഇതിന് ചുറ്റും ഉണ്ടാവും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പറക്കും. നിങ്ങളൊരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ ഒട്ടേറെ അണുക്കളും വൈറസുകളും ഉണ്ടാവും. എന്തിനാണ് സ്റ്റെറിലൈസ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രസവിപ്പിക്കുന്നത്? കുട്ടിക്കും തള്ളയ്ക്കും അണുബാധ ഉണ്ടാകാതിരിക്കാൻ. എന്തിനാണ് പഴയകാലത്ത് വീട്ടുമുറിയിൽ കിടക്കുമ്പോൾ വേവ് അനത്തിയിരുന്നത്, പുക കൊടുത്തിരുന്നത്, ഉള്ളി മുറിച്ചു വച്ചിരുന്നത് എല്ലാം അണുബാധ ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ അണുബാധയെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു വിത്ത് പൊട്ടുമ്പോൾ അണുക്കളുണ്ടാവും. അപ്പോൾ ഒരു ഗർഭിണി പ്രസവിക്കുമ്പോഴും അങ്ങോട്ട് പറന്നെത്തുന്ന 100 കണക്കിന് അണുക്കളുണ്ടാവും. അപ്പോൾ ഒരു 15 ദിവസത്തേക്ക് ആ അണുക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്ന അവയെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിനക്ക് നിൻ്റെതായ തലം തരുന്നു. ഭാരതീയർ ഹിംസയിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ആ ജീവജാലങ്ങളെ ഒന്നും ഹിംസിക്കാതെ അവയുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ രമ്യപ്പെടുമാറ് അവയോട് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ മകൾ പ്രസവിക്കുന്നു, നീ വരുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ട്, ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു
ഒരു 15 ദിവസത്തേക്ക് നിങ്ങളുടെ ഇന്നത്തെ തൊഴിൽ, നിങ്ങളുടെ ഇന്നത്തെ സംസ്കാരം, സ്ത്രീക്കും തൊഴിൽ, പ്രസവിച്ചു വിടിയിട്ടിട്ട് ഉടനെ ഫോറിനിലേക്ക് പറക്കണം, അങ്ങനെയുള്ളൊരു വ്യവസ്ഥാപിത സങ്കല്പത്തിനകത്ത് ഇത് നടപ്പില്ല. അവർക്കുള്ളതല്ല ഈ സിദ്ധാന്തം. അവരെല്ലാ നിയമത്തിനും ബാഹ്യരാണ്. അത് ലോകത്ത് കുറേ പേരുണ്ടാവും. അവരുടെ കൂടെ അതൊന്നും ഇല്ലാത്തവരുടെ കൂടുമ്പോൾ ശാസ്ത്രം മരിക്കും. ശാസ്ത്രം നിലനിൽക്കുമ്പോൾ അവരുടെ തോന്നിയവാസം കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും എന്തെല്ലാം രോഗങ്ങൾ അവർക്കുണ്ടെന്ന്. ഇന്നത് തിരിച്ചറിയാനാവാത്തത് നിങ്ങളെല്ലാം തോന്നിയവാസികളായതുകൊണ്ടാണ്. ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. അത് പഴയ കാലത്ത് ഗോത്രങ്ങളിലെല്ലാം ഇതിൻ്റെ വികാരങ്ങളുണ്ടാവും. ഇപ്പോ അത്രയും ഉറച്ച ഗോത്ര സംസ്കാരമല്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ മാത്രമായാൽ മതിയാവും. പഴയകാലത്ത് അതിന് ചെയ്തതിന് കാരണം ഗോത്രം മുഴുവനാണ്. കൂട്ടുകുടുംബമല്ല, ഗോത്രം മുഴുവനാണ്. ചിലരൊക്കെ ആചരിക്കുന്നുണ്ടാവും. അറിയാവുന്ന സ്ത്രീകളുള്ള, പ്രായം ചെന്നവരുള്ള വീടുകളിൽ കഷ്ടിച്ച് അനുവർത്തിച്ചേക്കും. അനുവർത്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തുള്ള, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ അതിനെ എതിർക്കും. ഇതൊക്കെ തെറ്റാണെന്ന് പറയും, ഇതൊക്കെ മൂഢതയാണെന്ന് പറയും, ഇത് ശരിയല്ല എന്ന് പറയും. ആചരണങ്ങൾ പലതും അതിൻ്റെ വൈകല്യങ്ങളാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളിൽ പലതും നിങ്ങൾ ഉപയോഗിക്കുന്ന നാപ്കിനുകളെല്ലാം നിങ്ങൾ ക്ലോസറ്റിലൂടെ അലിപ്പിച്ചു വിടും. അതിൽ ഏതെല്ലാം തരം അണുക്കൾക്ക് വളരാനുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾ ഗവേഷണം ചെയ്തിട്ട് വേണം വിടാൻ. ഈ വെള്ളം, കാരണം ഈ സാധനങ്ങളെല്ലാം ചെല്ലുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കോണ്ടംസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന നാപ്കിൻസ്, ഇവയെല്ലാം മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് വരുന്ന നാപ്കിൻസ്, ഇതെല്ലാം നിങ്ങൾ ക്ലോസറ്റിലൂടെ വിടുകയാണ്. അവിടുന്ന് 40 അടി പോലും അകലമില്ലാത്ത കിണറ്റിൽ നിന്നാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത്. മനസ്സിലായില്ല? ഇതെല്ലാം അവിടെ ചെല്ലുകയാണ്. അതിനകത്ത് മണ്ണിനടിയിൽ ഒന്നാമത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകൾ വാർത്തവയല്ല, വാട്ടർ പ്രൂഫായിട്ട് വാർത്തവയല്ല. വാട്ടർ പ്രൂഫായിട്ട് വാർക്കുന്ന സമ്പ്രദായം കേരളത്തിൽ നിലച്ചു. മണലും സിമെന്റും കമ്പിയും കൂട്ടുമ്പോൾ ഇത് വാട്ടർ പ്രൂഫായിട്ട് വാർക്കണമെന്നില്ല, തേച്ച് ശരിയാക്കിക്കോളാം, നീ വാർത്ത് വിട് എന്നേ പറയുന്നുള്ളൂ. ഇസ് ദർ എനി am I right? 99% വെട്ടുകല്ലോ ഇഷ്ടികയോ ആണ് സെപ്റ്റി ടാങ്കിന് കിട്ടുന്നത്. തേപ്പയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വേരും കേരളം പോലുള്ളൊരു ഭൂമിയിൽ ആ വേരുകളെല്ലാം വന്ന് ഈ ഇഷ്ടികയ്ക്കിടയിലൂടെ കടന്നാൽ ഒരു 3-ാം മാസത്തിൽ വിള്ളലുണ്ടാക്കി വെള്ളം മുഴുവൻ അകത്തേക്ക് കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും. സെപ്റ്റി ടാങ്കുകളിൽ നിന്ന് ഡയറക്റ്റായും, സെപ്റ്റി ടാങ്കുകളിൽ നിന്ന് ലീച്ച് പിറ്റിലേക്ക് വന്ന് ലീച്ച് പിറ്റിൽ നിന്ന് നേരിട്ടും കിണറുകളിലേക്കും കുളങ്ങളിലേക്കും വരുന്ന വെള്ളം നിങ്ങൾക്ക് മാരക രോഗങ്ങളെ ഉണ്ടാക്കും. നിങ്ങളുടെ ഗവൺമെൻറ്റിനോ, നിങ്ങളുടെ PWDക്കോ, നിങ്ങളുടെ മുനിസിപ്പാലിറ്റികൾക്കോ ഇവയെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്നത് പോട്ടെ, നിങ്ങൾക്ക് ധാരണയുണ്ടാകണം ആരോഗ്യത്തെക്കുറിച്ച്, അതുമില്ല. പിന്നെ സെപ്റ്റിക്കല്ല, പൊട്ടൽ വീണില്ലേ, പിന്നെ എവിടെയാ സെപ്റ്റിക്കാകുന്നത്? 7 15 ദിവസമാണെന്ന് തോന്നുന്നു. മെൻസസ് പീരീഡിൽ 7 ദിവസം. അതൊക്കെ ഇതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് പോരെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഒന്നാമത്തെ കാര്യം ആ സമയത്ത് മാറി നിൽക്കാൻ പറഞ്ഞതിൻ്റെ കാരണം വജൈന ഫുൾ ഓപ്പണാണ്. നിങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണക്കേടാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ട്, കറക്റ്റുമാണ്, എനിക്ക് യാതൊരു സംശയവും ഈ കാര്യത്തിലില്ല. ഇതൊക്കെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ സന്യസിച്ചത്, ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലൊക്കെ നടന്നേനെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇതായി പറഞ്ഞാൽ ആ മെൻസ്ട്രുവൽ സൈക്കിളിൽ വജൈന ഫുൾ ഓപ്പണാണ്. ആ സമയത്ത് എങ്ങാനും ഒരു റിലേഷന് പോയിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് രോഗങ്ങളുണ്ടാവും. ആ സമയത്ത് ഒരു റിലേഷന് പോയിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ എന്നും നടന്നുകൊണ്ടിരിക്കും, ആ ടൈം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഇന്ത്യൻ ആചാര്യന്മാർക്ക് ധാരണയുള്ളത് കൊണ്ടാണ് കാരണം ഇവനിൽ നിന്ന് ഈ കുട്ടിയെ അകറ്റി നിർത്തിയിരുന്നത്. കാരണം ഇവൻ കാട്ടുപോത്തോ പന്നിയോ ഒക്കെയാണെന്ന് നല്ലതുപോലെ വൈകാരികത വരുമ്പോൾ പുരുഷൻ
വെറും വിവരദോഷിയാണെന്ന് ഭാരതീയ ആചാര്യന്മാർക്ക് നല്ലപോലെ അറിയാം. കാരണം അവർ ഋഷിമാരെ വെച്ചുകൊണ്ട് വരെ പഠനം നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിന് പ്രത്യേകിച്ച് പഠനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് മര്യാദാമസൃണമായൊരു കുടുംബം പോകണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്കൃതി 100% ആ ദിവസങ്ങളിൽ കുട്ടി വേറിട്ട് നിൽക്കണം എന്ന് തീരുമാനിച്ചു. സമ്പർക്കങ്ങളും മറ്റു കാര്യങ്ങളും അധ്വാനവും. കാരണം ഈ ദിവസങ്ങളിലെങ്കിലും അധ്വാനിക്കാതിരിക്കണം. ഒരു അമ്മയാകാനുള്ളവളാണ്, അമ്മുമ്മയാകാനുള്ളവളാണ്, ഭാര്യയാകാനുള്ളവളാണ്. ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടതും അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും സമാജത്തിൻ്റെ തന്നെ ചുമതലയാണ്. അതുകൊണ്ട് ചെയ്തതാണ്. ക്ലിയർ? എനിക്ക് ആ പഠനത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ജലം ഏറ്റവും പവിത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പാശ്ചാത്യർ നടത്തിയ പഠനങ്ങളെക്കുറിച്ച് എനിക്കറിയാമെങ്കിൽ പോലും ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാനതിന് ഉത്തരം പറയില്ല. അതിന് കാരണം എനിക്ക് പാശ്ചാത്യ സംസ്കൃതിയോട് അത്ര കണ്ട് താല്പര്യമില്ല എന്ന് തന്നെയുമല്ല, ഈഷദീഷത് അവജ്ഞയുണ്ട്. അതുകൊണ്ട് അത് എന്നോട് ചോദിച്ച് പഠിക്കുന്നത് ഉചിതമല്ല. ഭാരതീയ സംസ്കൃതിയിൽ ജലം പരിശുദ്ധമാണ്. അതിനാണ് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിക്കുമ്പോൾ ജലത്തിൻ്റെ സ്വഭാവം മാറും. മാത്രവുമല്ല, ഒരു യജമാനൻ 4 ഋത്വിക്കുകൾ, അതിനുള്ള പാത്രം, അതിലുള്ള ജലം തയ്യാറായിട്ട് ആ യജമാനൻ ചോദിക്കും മനസ്സമാധിഗതാം. അപ്പോൾ ഋത്വിക്കുകൾ പറയും സമാഹിത മനസ്സസ്മ. എന്നിട്ട് ജപിക്കുന്ന പുണ്യാഹം അത് നിങ്ങളൊരു കുളത്തിലുള്ള കൂത്താടിയുള്ളൊരു കുളത്തിൽ കൊണ്ടൊഴിക്കുമ്പോൾ ആ കൂത്താടി മുട്ടേറ്റ് ചെയ്ത് പോവും. ഒരെണ്ണം പോലും ചാകുകയല്ല ചെയ്യുന്നത് കിണറ്റിലൊഴിക്കുമ്പോൾ. അപ്പോൾ കൃത്യമായി ചെയ്യാൻ അറിയാമെങ്കിൽ, പഴയ കാലത്തല്ലാതെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫുർഡാനും മറ്റൊന്നും ഇട്ടല്ലല്ലോ ഈ ജീവജാലങ്ങളെയൊക്കെ ഒഴിവാക്കിയത്. പഴയ കാലത്ത് പാടത്തുണ്ടാകുന്ന ചാഴി, അതിന് വേറൊരു പേരാ പറയുക, ആ മണമുള്ള ആ ജീവി, അതിന് ഒരു ഈന്തിൻ്റെ കൊലയോടെ കൊണ്ടുവച്ച് 4 അതിർത്തിയിൽ വെച്ച് ഏറ്റവും ഭംഗിയായി ഒരു ബ്രാഹ്മണനോ ഒരു പള്ളിയിലെ പുരോഹിതനോ ഒക്കെ ഇത് പഠിച്ചിട്ടുള്ളവൻ അവിടെ ചെന്ന് അതിൻ്റെ ജപം നടത്തി കഴിയുമ്പോൾ ഈ സാധനം പോവും. എങ്ങനെയാണ് പോകുന്നത്? പോയിട്ടുള്ള കണ്ടല്ലേ ഉള്ളന്നേ. ഇന്നിപ്പോൾ എന്തെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എന്തെല്ലാം മരുന്നുണ്ട്, പോകുന്നുണ്ടോ? നിങ്ങൾ എന്തെല്ലാം ഫോഗിങ് ഈ കുന്തവും കുടച്ചക്കറും ഒക്കെ ചെയ്തിട്ട് കൊതുക് നിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അവയ്ക്ക് അവജ്ഞയും അവയ്ക്കതിനെ അതിജീവിക്കാൻ കഴിവുമുണ്ട്. മറിച്ച് പഴയ കാലത്ത് ഇത് ചെയ്ത ആളുകൾക്ക് ആ ഗതികേടില്ല. അതിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. ക്ലിയർ? ഏറ്റവും നല്ലത് ശുദ്ധവൃത്തികൾക്കും മര്യാദയ്ക്കും വിനയത്തിനും നല്ലത് ഇരുന്ന് സ്വച്ഛന്തമായി മൂത്രമൊഴിക്കുന്നതാണ്, ആണായാലും പെണ്ണായാലും. പക്ഷേ ഇപ്പോഴുള്ള നിങ്ങളുടെ യൂറോപ്യൻ ക്ലോസറ്റും ബഹളവും ഒക്കെ വന്നതിന് ശേഷം ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളിൽ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്. അതിന് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം ഇതൊക്കെ ആസ്വദിച്ചൊഴിക്കുന്ന കാലമാണ്. കാരണം എത്രയും വേഗം ഈ മലമൂത്രാദികളൊക്കെ പെട്ടെന്ന് വിസർജിച്ച് പോരണമെന്നുള്ളതിന് പകരം അവിടെയാണിപ്പോൾ സുഖതാമസം. ഇപ്പോൾ കേരളത്തിലെ 1ലധികം ഡോക്ടർമാർ തന്നെ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്, രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ഭാര്യ ഒരു ചെറിയ സ്റ്റൂളിൽ ചായയും ഇഡലിയും കൊണ്ടുവെക്കും, പേപ്പറും കൊണ്ടുവെക്കും, യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കും, ഇത് കഴിക്കും, അതങ്ങ് പോകും, പത്രം വായിക്കും, ഇറങ്ങിപ്പോരുമെന്നാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടൊക്കെ അതൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗം. പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ പ്രോസ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് മൂത്രം ഒഴിക്കരുത്.
പ്രോസ്റ്റേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇരുന്ന് മൂത്രം ഒഴിക്കുകയും കൂടെ ചെയ്താൽ റെസിഡ്യുവൽ യൂറിൻ്റെ അളവ് കൂടും. ഒന്നാമത് അവിടെ ഒരു മടകെട്ടുകയാണ് ചെയ്യുന്നത് പ്രകൃതി. പ്രോസ്റ്റേറ്റ് ഒക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കയറി നിങ്ങളുടെ വീട് ഇവിടെ ഇപ്പം നിങ്ങൾ കൈ കഴുകുന്നിടം, നിങ്ങൾ കയറുന്ന ക്ലോസറ്റ് ഇവിടെയൊക്കെ കയറിയാൽ നിങ്ങളിൽ പലരും ഓൺ ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ. ടാപ്പ് അടയ്ക്കാൻ പഠിച്ചിട്ടില്ല. ഇന്ന് കേരളം അനുഭവിക്കുന്ന ജലദൗർലഭ്യത്തിന് കാരണം ഈ പമ്പുകളും ടാങ്കുകളും ഒക്കെയാണ്. കോരിയെടുത്ത് കൈ കഴുകുകയും കോരിയെടുത്ത് ആഹാരം ഉണ്ടാക്കുകയും ചെയ്യുവാണെങ്കിൽ ഇതിൽ കൂടുതൽ വൃത്തിയുണ്ടാവും, ഇതിൽ കുറച്ച് വെള്ളമേ ചെലവാവൂ, ഇതിനേക്കാൾ ഭംഗിയായി കുളിക്കും, നനയ്ക്കും. മോട്ടറിലൂടെ വെള്ളം വന്നതോടുകൂടി നിങ്ങൾ ശരിക്ക് കുളിക്കുകയില്ല, ശരിക്ക് പാത്രം കഴുകുകയില്ല, ശരിക്ക് തുണി നനയ്ക്കുകയില്ല. വെള്ളം വളരെ കൂടുതൽ ചിലവാകും. ഒന്ന്, ഓരോ ദിവസവും വെള്ളം അടിക്കുമ്പോൾ ഓവർഫ്ലോ ഒരു 200 ലിറ്റർ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഓഫ് ചെയ്യുന്നത്. നിങ്ങളകത്ത് കയറിയാൽ നല്ലൊരു ശതമാനം വെള്ളം ഓൺ ചെയ്തിട്ടിട്ടായിരിക്കും പുറത്തു വരുന്ന. പുറകെ ഒരുത്തൻ ഇതിന് നിൽക്കണം, പുതിയ വിദ്യാഭ്യാസമുള്ളവന്മാരുടെ എല്ലാം. അതിനേക്കാളുപരി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന PVCയും മറ്റും പലപ്പോഴും നിങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായി വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനൊരു ജീവിതക്രമമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്ക് തന്നത്. അനുഭവിക്കുക. അയാളെ വിളിച്ചു ചോദിച്ചിട്ട് മനസ്സിൽ സങ്കല്പിച്ച വസ്തു അയാൾക്ക് നിങ്ങൾ ദാനം ചെയ്തതാണ്, ദത്താപഹാരം വിനാന്നാണ്. അയാളോട് ചോദിച്ച് അയാളുടെ അനുമതി വാങ്ങിച്ചിട്ട് കൊടുത്താൽ ഒരു പാപവുമില്ല. അല്ലാതെ കൊടുക്കുമ്പോൾ അയാളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പാപമില്ല. സങ്കല്പം സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു പശ്ചാത്താപം കൊണ്ട് അത് തീരും. അതിൻ്റെ പേര് ജ്യോതിഷിയെ കാണാൻ പോകണ്ട. ഞാൻ ഈ പറഞ്ഞ ഒരു കാരണം പോരെ, അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അല്ലാതെ ഒരു റീസൺ ഉണ്ട്. രോഗികളും മറ്റും മുളപ്പിച്ച വിത്ത് കഴിക്കുമ്പോൾ വൈറ്റമിൻ ഇ കൂടുതലായി ഉണ്ടാവും. കാള ശക്തി കുറഞ്ഞതായിത്തീരുമ്പോഴും പശുവിന് ഇണചേരാനുള്ള വ്യഗ്രത കുറയുമ്പോഴും വീടുകളിൽ കടല മുളപ്പിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 1/2 കിലോ 3/4 കിലോ കടലയും പയറും ഒക്കെ മുളപ്പിച്ച് ഡെയിലി തള്ളിക്കയറ്റുകയും രോഗിയായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ പീഡനമായിരിക്കും ഉണ്ട്. മാത്രമല്ല ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കുന്ന ആളുകളെ കണ്ടാൽ ഈ കൗളൊട്ടി സോഡാക്കുപ്പി പോലെ ആയിരിക്കുന്നത്. ഇതുവരെ ഞാൻ കണ്ട ഈ ഇത്തരം ഉപാസകന്മാരെല്ലാം ഞാൻ കണ്ടിട്ടുള്ള എല്ലാം സോഡാക്കുപ്പി ടൈപ്പാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അത്തരം കോമ്പിനേഷൻസിനൊന്നും എതിര് പറഞ്ഞു. ഞാനിത് മുളപ്പിച്ചത് കഴിക്കാനാണ് അവർ പറയുന്നത്. അത് ഇതുകൊണ്ട് പറ്റുന്നതാണ്. ശരി, നല്ലതാണ്. അത് കാരണം ചില മൃത്യുവിനോട് സംബന്ധിക്കുന്ന മന്ത്രങ്ങളും ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്. അവ വായിച്ചാൽ നല്ലതാണ്. ശരി, ദശരഥൻ മരിച്ചു കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അവയൊക്കെ വായിക്കുമ്പോൾ അത് നല്ലതാണ്. വായിക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇനി അല്ലാത്ത ഭാഗമായാലും വായിക്കുന്നത് നല്ലതാണ്. വളരെ നല്ലതാണ്. മരിക്കാൻ കിടക്കുന്നയാളിന് ഗുണം ചെയ്യില്ല, നിങ്ങൾക്ക് ഗുണം ചെയ്യും.
മരിക്കാൻ കിടക്കുന്നയാളിന് ഗുണം ചെയ്യും, മരിച്ചു കഴിഞ്ഞയാളിന് ഗുണം ചെയ്യില്ല. നല്ലതാണ്. പക്ഷെ നേരത്തെ മരിക്കുന്ന സമയത്ത് മാത്രം വായിക്കുന്ന കുടുംബങ്ങളിലാണെങ്കിൽ ഞാൻ മരിക്കാറായല്ലോ എന്ന് തോർത്ത് വേഗം പോകാനും നല്ലതാണ്. അതും മാത്രമല്ല, ഈ മരിക്കുന്നിടത്ത് വായനയ്ക്ക് വിളിക്കുന്നവനെ തന്നെ വിളിച്ചിരുത്തി വായിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാതെയും കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് നമ്മളെ വിടാനുള്ള പരിപാടിയാണ്. ഇനി യാത്രയായേ പറ്റുള്ളൂ. പോയില്ലെങ്കിലും ഇവർ വിടും. അതിൻ്റെ കണക്ക് ബുക്ക് നിങ്ങളുടെ ചിത്തം, അതിൻ്റെ കണക്ക് നിങ്ങളിലെ യമൻ, നിങ്ങളിൽ ധർമ്മത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന കാലപുരുഷൻ, നിങ്ങൾക്ക് ഏതൊരാളാണോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അനുവദിച്ചു തന്നത്, ആ കാലപുരുഷൻ നിങ്ങളിൽ സാക്ഷി രൂപത്തിലിരുന്നു കൊണ്ട് അവനാണ് നോക്കിയിട്ട് നിങ്ങളുടെ മേൽ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ അവന് പറയാം, അങ്ങനെ അവന് പേരിടാം, കുഴപ്പമില്ല. ഇല്ല, പാപത്തിന്റെ അക്കൗണ്ട് വേറെ, പുണ്യത്തിന്റെ അക്കൗണ്ട് വേറെ. സേവന പ്രവർത്തനങ്ങളൊക്കെ പുണ്യത്തിന്റെ അക്കൗണ്ടിലോട്ട് പോകും, പാപം കുറയില്ല. അങ്ങനെ അനുഭവിക്കാമെന്ന് വിചാരിക്കണ്ട. ചെയ്ത പാപങ്ങളെല്ലാം പാപങ്ങളുടെ ഫലമായിട്ടും പുണ്യങ്ങളെല്ലാം പുണ്യങ്ങളുടെ ഫലമായിട്ടും രണ്ട് അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. രണ്ട് അക്കൗണ്ട് നമ്മൾ കലരുകയല്ല, രണ്ടും ഡിമാർക്കേറ്റഡ് അക്കൗണ്ടാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഈ വലിയ തെറ്റ് പറ്റുന്നത്. രണ്ടും ഒന്ന് കുറഞ്ഞു വരുമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. നിങ്ങൾ എത്ര പുണ്യം ചെയ്തോ അത് പുണ്യമായിട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് ഏത് പാപത്തിൻ്റെ നടുക്കും അല്പം പുണ്യത്തിൻ്റെ സുഖമാണ് അതിനിടയിലൊന്ന് ചിരിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? ഒന്ന് ആനന്ദിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏത് പുണ്യത്തിൻ്റെ നടുക്കും പാപത്തിൻ്റെ ഉണ്ട്. മകളുടെ കല്യാണം നടക്കുകയാണ്, എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്, സകല പരിപാടിയുണ്ട്. മനസ്സിലായി? ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലും സംശയിക്കാനുള്ള 3 ഫേസ് ലൈനുമാണ് വീട്ടിൽ. പക്ഷെ രാത്രി കറക്റ്റ് 9:30 മണിയായപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ളവർ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പാകുന്ന സമയത്ത് ഡിം എന്നൊരടിയടി. ഒന്നും കരുതാതിരിക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞാലോ ഉടനെ ഇലക്ട്രീഷ്യനെ വിളിക്കും. വന്ന് നോക്കിയാലോ അതുവരെ നോക്കിയപ്പോഴൊന്നും കാണാതിരുന്ന, കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഒരേറിയ മുഴുവൻ അകത്ത് കയറിയ ഉറുമ്പ്, അതിൻ്റെ അകത്ത് ഇൻസുലേഷൻ തിന്ന് തീർത്തിട്ട് ആ തീർന്ന് ലാസ്റ്റ് ഒരു ഉറുമ്പ് കടിച്ചപ്പോഴാണ് കൂട്ടിമുട്ടിയത്. മനസ്സിലായില്ല? ഒരു നീളത്തിൽ ലൈൻ തിന്ന് തീർത്തിരുന്നു, അതിലിപ്പുറത്തെ ലൈനും ഒരു നീളത്തിൽ തിന്ന് തീർത്തിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടിരുന്ന ഈ ലൈനും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ ലൈനും തിന്ന് തീർത്തത് ഒരല്പം ഷൂന്നടിച്ചേ ഉള്ളൂ. കത്തിയാണ് പോയത്. ഇനി ഇതിനകത്തൂടെ സാറിന് വയറ് അകത്തൂടെ കയറില്ല. കല്യാണമാണ്, പെയിൻറ്റുമൊക്കെ അടിച്ച് ഗംഭീരമായിട്ട് ഇട്ടിരിക്കുകയാണ്, കയറുകയല്ല ഇതിനകത്തൂടെ. വയറകത്തൂടെ കയറ്റാൻ ഒരു നിവൃത്തിയില്ല. മറ്റവൻ സ്പ്രിങ്ങും ഒക്കെ കൊണ്ടുവന്ന് സ്പ്രിങ് ഒരറ്റത്തുനിന്ന് കയറ്റിയിട്ട് സ്പ്രിങ് അവിടെ ചെന്നിട്ട് നിൽക്കുക, മറ്റതൊക്കെ ഊരിയെടുത്തു. ഒരു രക്ഷയില്ല. എന്താ കയറുകയില്ലാത്തതിന് കാരണം ഉറുമ്പിൻ്റെ കൂടാണ്. ഈ കൂട് അപ്പുറത്തോട്ട് പോലെ ഉറുമ്പ് അവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവന് ഇവിടെ കുത്തി പൊട്ടിച്ച് ഇപ്പുറത്തൂടെ ഇട്ട് കല്യാണം നടത്തുമ്പോഴത്തേക്കാണ് ഇവൻ ആലോചിക്കുന്നത് പണ്ട് ചെയ്ത ഏതോ മണ്ണാങ്കട്ട പാവം. മനസ്സിലായില്ല? അതുകൊണ്ട് ജിജ്ഞാസ ഉണ്ടായിക്കൊള്ളുക. ഇതേ വഴിയുള്ളൂ. പാപം പാപമായിട്ട് അനുഭവിക്കും. ആ പുണ്യത്തിൻ്റെ മൂർധന്യത്തിൽ സകല കാര്യവും ക്ലിയർ. ചെക്കൻ ഗംഭീരൻ, ചുറ്റുപാടുകൾ ഗംഭീരം, സകല സാധനവും 1.5 കിലോ സ്വർണം, ഇതെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉറുമ്പൊരടി അടിച്ചാൽ ഇവൻ്റെ സകല മനസമാനവും പോവും. ഉദാഹരണം മതിയാവും തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ പാപത്തിൻ്റെ അക്കൗണ്ട് പാപമായിട്ടും പുണ്യത്തിൻ്റെ അക്കൗണ്ട് പുണ്യമായിട്ടും, അതിനാ പാപങ്ങൾ ഒന്നിച്ചു വരുന്നതുകൊണ്ട്. കുറേയൊക്കെ മാറും. പാപം ഇല്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ മനസ്സ് പങ്കെടുക്കാതെ ചെയ്യാമെങ്കിൽ ഒരു കർമ്മവും പാപമല്ല.
എന്ത് കർമ്മവും ഞാൻ ചെയ്യും, എന്നെ ഒരു പാപവും തീണ്ടില്ല എന്ന് 100% ഉറപ്പുവന്ന മനസ്സിന് ഒരു പാപവും തീണ്ടില്ല. പാപമില്ല, ചെയ്യുന്നതൊക്കെ കർമ്മമാണ്. അതിനെയാണ് മനസ്സ് ഉദ്ധരിക്കേണ്ടത്. മനസ്സിൽ നിന്ന് കർമ്മത്തെ അങ്ങ് വിടുക. കർമ്മം ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്ന കർമ്മേന്ദ്രിയം കൊണ്ടാണ്. ഞാൻ എന്തും ചെയ്യും, എന്നെ ആർക്കും എന്തും ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് മനസ്സുണ്ട്. ചെയ്താൽ വേറൊരുത്തം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും. ആ ശിക്ഷ എനിക്ക് വരാൻ പാടില്ല. അപ്പം മനസ്സുണ്ട് അവിടെ. മറിച്ച് നിങ്ങൾ എന്നെ ശിക്ഷിച്ചോളൂ, നിങ്ങൾ എന്നെ കൊന്നോളൂ, നിങ്ങൾ എന്തു വേണേൽ ചെയ്തോളൂ. ഞാൻ എനിക്ക് ഉള്ള കർമ്മമെല്ലാം ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ. ഞാനിത് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഒരുത്തന് പാപവുമില്ല പുണ്യവുമില്ല. അവന് പാപവുമില്ല പുണ്യവുമില്ല. ഇനി അവൻ വല്ല പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നിന്ദിക്കുന്നവനാ പാപവും കിട്ടും, അവനെ പ്രശംസിക്കുന്നവനാ പുണ്യവും കിട്ടും. കാരണം ഇത് ആരെങ്കിലും അനുഭവിക്കണല്ലോ, ഇവൻ ചെയ്തു വെച്ചതുകൊണ്ടല്ലോ. അത് അവർ കാത്തിരുന്ന് മേടിച്ച് സുഖമായി കൊണ്ടുപോയി അനുഭവിച്ചോളൂ. ഇതാണ് വേദം പറയുന്ന നിയമം. വേദം പറഞ്ഞ നിയമമാണ് ഞാൻ പറയുന്നത്. ഏതാ? അയ്യോ, അതിന് ഉദാഹരണം പറയാന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശമല്ലേ? വലിയ വലിയ ആളുണ്ട്. കൃഷ്ണനെയൊക്കെ ഇതിനോടൊന്നും ഉപമിക്കാവുന്ന വിധത്തിലല്ല. അതിലൊക്കെ വളരെ ഉയരെയാണ് അദ്ദേഹം നിൽക്കുന്നത്. കൃഷ്ണനെയൊക്കെ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഉപമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് തോന്നും? മര്യാദ വേണ്ടേ? നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൃഷ്ണനെ ഉപമിക്കുക എന്ന് പറയുന്നത്, കൃഷ്ണനൊക്കെ എവിടെയെങ്ങുമല്ല, വലിയ വലിയ ലോകങ്ങളിൽ. അത് ഇറച്ചിവെട്ടുകാരൻ്റെ എല്ലാം അമ്മ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ഒക്കെ കഥ അത് തന്നെയാണ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവച കർമ്മണി. ഇത് ചുമ്മാ ഒരുത്തം പറയുമോ? എനിക്ക് ഈ 3 ലോകത്തിലും ഒന്നും കിട്ടാനില്ല, ഒന്നും ചെയ്യാനില്ല, എന്നിട്ടും 24 മണിക്കൂർ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ അവൻ ആരായിരിക്കണം സാധനം? അതുകൊണ്ടല്ലേ ഉള്ളൂരൊക്കെ നമസ്കരിച്ച് പിൻവാങ്ങുന്നത്. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ ചൈതന്യാംബു ഘനാഘനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹന മോഹനം. നമ്മളെന്തെല്ലാം കൊണ്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നുണ്ട്. ജഗന്മോഹന മോഹനാവോ? അതൊരു ഇറച്ചിവെട്ടുകാരൻ്റെ കഥയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇറച്ചി വെട്ടാനൊന്നും പോകുന്നില്ല. പോട്ടെ. കഥയാക്കി അറിയാം. ചുമ്മാ വെറുതെ കുസൃതി ചോദിക്കാം. കുസൃതി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ സമയത്തിനെ കളയുന്നത്. വേറെ നല്ല ചോദ്യം ചോദിക്കരുത്. അയാൾ ചിന്മയ മിഷനിലിരുന്ന് ഇവിടെ ഇന്നലെയും കൂടെ പറഞ്ഞാന്ന് തോന്നുന്നു. ഇന്നലെ മറ്റോ സൂചിപ്പിച്ചാണ്. പിന്നല്ലാതെ. പക്ഷെ മനസ്സങ്ങനെ മാറി നിൽക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ പോയി ഉള്ള കർമ്മമെല്ലാം ചെയ്ത് സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞാലൊന്നും അവിടെ കണക്കേക്കുകയല്ല. ഇതെല്ലാം ചെയ്ത് വെച്ചേച്ച് അവിടെ വിളിക്കുമ്പോൾ ഹാജർ, ഞാൻ നിർമ്മലാനന്ദഗിരി സ്വാമി പറഞ്ഞിട്ടാന്ന് പറഞ്ഞാല് ഞാൻ പോകുമ്പോ എന്റെ കൂടെ പോരുകയാണെങ്കിൽ എളുപ്പമാണ്. ഞാൻ കിടന്നു പോകുമ്പോൾ പോരുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം ഞാൻ അങ്ങോട്ട് ഒന്ന് പോയേച്ച് ഈ അടുത്ത കാലത്താണ് തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല പോകുന്നത്. ഈ ഇവിടുന്ന് മർത്യനെ കൊണ്ടുപോകുമ്പോൾ അവിടെ മറവിയുടെ ഒരു നദിയുണ്ട്, വൈതരണി എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. വൈതരണി. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ മറ്റവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത്, നമ്മളെ അങ്ങ് കൂട്ടുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വൈതരണി എന്ന് പറയുന്ന ഒരു നദി കിടക്കണം. വൈതരണിയിൽ ഇറങ്ങുമ്പോൾ കക്ഷി പറയും, മുങ്ങാൻ പറയും. മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യമൊക്കെ മറക്കും. പിന്നെ ആ ലോകത്തെ കാര്യമായി. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവിടുമ്പോഴും
തിരിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് പീഡനവും ബഹളവും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വിടുന്ന സമയത്ത് വീണ്ടും മുങ്ങാൻ പറയും. അന്നേരം മുങ്ങി കഴിയുമ്പോൾ അവിടുത്തെ കാര്യമെല്ലാം മറക്കും, പിന്നെ ഇവിടുത്തെ കാര്യം ഓർക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്. ഞാൻ പോയപ്പോൾ ചെയ്തതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇയാളുടെ കൂടെ പോയ കൂട്ടത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ ഈ തുണിയെല്ലാം നമ്മുടെ കയ്യിൽ പിടിച്ചു തരും. ഇയാളുടെ വസ്ത്രമൊക്കെ നമ്മളിവിടെ ശുദ്ധ ശൂന്യമായിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ഈ വസ്ത്രമൊക്കെ ഉണ്ട്, കറുത്ത കോട്ടും തലേ തൊപ്പിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ചു തന്ന് വെള്ളത്തിലിറങ്ങി നനയാതിരിക്കാൻ പൊക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുങ്ങാൻ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം കേരളത്തിലൊക്കെ ഷവറാണ്, എനിക്ക് മുങ്ങാൻ അറിയില്ല, അതുകൊണ്ടൊന്ന് മുങ്ങി കാണിക്കാൻ പറഞ്ഞു. കക്ഷി ആദ്യം അങ്ങ് മുങ്ങി. എൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ ഇതുകൊണ്ട് ഇയാളങ്ങ് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാൾ മറന്നുപോയി. പിന്നെ ഞാൻ ആ കോട്ടുമൊക്കെ ഇട്ട് ഇയാളെ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് തിരിച്ച് ഞാനിങ്ങോട്ട് പോന്നു. അവിടുത്തെ അനുചരനെ പിടിച്ചേൽപ്പിച്ചു, ഇവനെ നോക്കിക്കോണം വേണ്ട പോലെ, ഞാൻ കുറെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവിടുത്തെ പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റിൽ ഇപ്പൊ ഞാനുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നോടെ ചെയ്യുക തന്നെ വേണം, ഇല്ലെങ്കിൽ നാളെ പ്രേതം നിങ്ങളുടെ കൂടെ കൂടും. ജ്യോതിഷിയും മന്ത്രവാദിയും ഒക്കെ കൂടെ കൂടിയിട്ട് നിങ്ങളെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാനിവിടെ പരുവാക്കണം. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതായത് പിതൃ എന്നുള്ളതിന് കർമ്മങ്ങൾ ചെയ്യണം. ശ്രാദ്ധം ശ്രദ്ധയിൽ നിന്നുണ്ടായതും തർപ്പണം തൃപ്തിയിൽ നിന്നുണ്ടായതുമാണ്. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന് തൃപ്തി ഉണ്ടാകണം എങ്കിൽ ഇത് രണ്ടും അനിവാര്യമാണ്. പക്ഷേ ഇതിന് പണം ചെലവാക്കണോ ഇത്രമാത്രം, ഇതിന് ഇത്രമാത്രം കർമ്മങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പറയും, വേണ്ട. 100% നിങ്ങളൊരു ഇലയോ ഒരു പൂവോ അല്പം അന്നമോ എടുത്ത് നിങ്ങളുടെ പിതൃപൈതാമഹന്മാർക്കാണെന്ന് സങ്കല്പിച്ച് ആവാഹിച്ച് അതിനെ ജലത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ധാരാളം മതിയാവും. പക്ഷേ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തെങ്ങ് പറയരുത്. ഉള്ള ജ്യോതിഷികളും എന്താ പറയുക പൂജാരിമാരും ഒക്കെ കൂടി അവരെല്ലാം കൂടെ നിങ്ങൾക്ക് ഇളയതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ കൂടി നമ്മുടെ പുറത്ത് വരവെക്കും. ചെയ്യേണ്ടതാണ്. നേരെ പോയി ഒരു കാര്യം ചെയ്യുക, സമന്ത പഞ്ചകത്തിലോ അതും അല്ലെങ്കിൽ മറ്റേ ഭഗീരഥന്റെ സ്ഥലമായ ഗംഗോത്രിയിലോ ഒക്കെ പോയി നല്ലപോലെ ഇട്ടേച്ച് പോരുക. പിന്നെ ഇടേണ്ട ആവശ്യമില്ല. രാമേശ്വരത്തിലൊക്കെ ചെയ്തെങ്കിൽ ധാരാളം മതിയാവും. പക്ഷെ രാമേശ്വരത്തിൽ ചെയ്തത് ശരിയായൊന്ന് സംശയം തോന്നരുത്. അതായി കുഴപ്പം. ചെയ്തു കഴിഞ്ഞാൽ ഇനി ഈ ഇലയും പൂവും കായും ഒന്നും വേണ്ട. എൻ്റെ പിതാവാണ്, എൻ്റെ പിതാമകനാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാനുണ്ടായത്. ആത്മാവൈ പുത്ര നാമാസി എന്ന പ്രമാണത്തിൽ, വൈദിക പ്രമാണം അനുസരിച്ച് ഇതാ ഞാൻ എൻ്റെ അച്ഛനായിക്കൊണ്ട് എൻ്റെ മനസ്സിനെ അർപ്പിക്കുന്നു. പിതാവേ എന്നോട് പൊറുക്കണം, ഞാൻ അറിഞ്ഞും അറിയാതെയും അങ്ങേക്ക് ചെയ്തു തരാത്തതിനെല്ലാം. പറയാനുള്ള തൻ്റെ ഒരു ആർജവം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ മതി. ബസ്. ബോണിയായി. ശരി എന്നാ. ഇപ്പൊ ചോദ്യത്തിന്റെ സെഷൻ ഇന്നുകൊണ്ട് തീരുകയാണ്. പറഞ്ഞു